പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് കാണാം, യൂട്യൂബിലെ വീഡിയോസാണിത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഓരോന്നിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് പറ്റുന്നതാണോ, ആവശ്യമുള്ളതാണോ. ദൈവം കിടക്കുന്നു, ഏട്ടനുണ്ട് മോളെ നിനക്ക്, എന്തോ ആ ടൈറ്റിൽ എഴുതി വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം. രാഹുലിനെതിരാണ് നിയമങ്ങൾ സംഖ്യ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുണ്ട്. കണ്ടില്ലയോ? നോട്ട് ഇൻട്രസ്റ്റഡ്, ഡോണ്ട് റെക്കമെൻഡ് ചാനൽ, റിപ്പോർട്ട് ചെയ്യാം. ഇതിലൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ആ ചാനൽ പിന്നെ ഒരിക്കലും വരില്ല. റിപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റിപ്പോർട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ കണ്ടോ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാരണം, ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അടുത്തതേണ്ടതേ അടുത്ത സാധനം. നീ എന്താ ആവശ്യമില്ലാത്ത കുറേ റിപ്പീറ്റഡ് വീഡിയോസ്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ വ്യൂസ് കിട്ടാനായിട്ട് വെറുതെ അടിച്ച് കത്തിച്ച് വിടുകയാണ്. നിങ്ങളുടെ സമയം മെനക്കെടാനായിട്ട് ഒരു കാര്യവുമില്ല. ഇതൊന്നും കണ്ടുകൊണ്ടിരുന്നിട്ട് വിഷം കുത്തിവെക്കുന്ന കുറേ ചാനലുകളാണ് പലതും. ഏകദേശം കുറേ നാളൊന്ന് കണ്ടിന്യൂസ് വാച്ച് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലായി ഇവർക്കൊക്കെ ഓരോ അജണ്ട ഉണ്ടാവും, പൊളിറ്റിക്കൽ എയിം ഉണ്ടാവും. ഇങ്ങനെ ഓരോ ചാനൽ സെറ്റ് ചെയ്യുന്നതിന് തന്നെ. ഇത് കണ്ടില്ലേ, ഓരോ ന്യൂസ് ചാനലിനും ഓരോ പൊളിറ്റിക്സും ഉണ്ട്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും അതിലൊക്കെ ന്യൂസ് ചാനലുകളേക്കാൾ ഒക്കെ അധപ്പതിച്ചു കൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ ഇറങ്ങിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണോ ആവശ്യമുള്ളവരും പ്ലേ ആയിപ്പോയി. ഇതുണ്ട് അടുത്തൊരു സാധനം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാണ്ട് അടിച്ച് കത്തിച്ച് ഓരോ ചാനലും ഉണ്ടാക്കി അങ്ങ് ഇറങ്ങിയേക്കുവാണ്. പാവം ജനങ്ങളൊന്നും അറിയാൻ മേലത്തൊരിത് ഇങ്ങനെ കണ്ട് വിഷമാണ് കുത്തിവയ്ക്കപ്പെടുന്നതെന്ന് അവരറിയുന്നില്ല. എന്ത് കാര്യമാണെന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ചാനൽ ഉണ്ടാക്കിയിട്ട് ഒരു യൂസുമില്ല. അപ്പോൾ നിങ്ങളറിയാണ്ട് നിങ്ങളുടെ സമയം ഈ ചാനലുകാർ എടുക്കുകയാണെന്നുള്ള ഓർത്തോണം. നിങ്ങൾ ചിന്തിക്കുന്നില്ല ശരിക്കും എന്തുവാണ് ഇവരൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന വിഷമെന്ന് നിങ്ങൾ അറിയുന്നില്ല. വേണ്ടാത്ത ബ്ലോക്ക് ചെയ്യുക. ഇത് ബ്ലോക്ക് ചെയ്യാനൊക്കെ ഒരുപാട് മാർഗ്ഗമുണ്ട്, കണ്ടില്ലേ?